ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളതുമായ അവൽ മിച്ചറാണ് കേട്ടോ. മധുരമുള്ള അവൽ മിച്ചർ എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പൂന്തി തയ്യാറാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട, ഒരു പിഞ്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പക്കാരുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല, എന്നാലും പൊങ്ങി കിട്ടും കേട്ടോ ചേർത്തില്ലെങ്കിലും. അപ്പോൾ ഒന്നുകൂടി എന്തെങ്കിലും സോഫ്റ്റായി കിട്ടാൻ, പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അപ്പക്കാരം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിലൊന്ന് മിക്സാക്കിയതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ എന്തെങ്കിലും മിക്സാക്കി എടുക്കാം കേട്ടോ. ദോശമാവിനേക്കാളും കുറച്ചൊന്നെങ്കിൽ ലൂസാക്കി എടുക്കണം. അപ്പോൾ ആ ഒരു പാകത്തിന് കട്ടിയൊന്നുമില്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ലൂസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് വെക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമ്മൾ അവലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ വെള്ള അവലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രൗൺ കളർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബ്രൗൺ കളറുള്ള അവലാണ് എടുക്കുന്നതെങ്കിൽ മിക്സറിൻ്റെ കളറൊക്കെ മാറിപ്പോവും. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരു വൈറ്റ് കളർ ആവില്ലേ, അപ്പോൾ അത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ അവലെടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് നേരം നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കണ്ട കേട്ടോ. ഒരു 2-3 മിനിറ്റ് മാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മുരിയിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഈ ഒരു കളറാവുന്ന സമയത്ത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ പൊട്ടുകടല ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ തന്നെ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒന്നങ്ങ് കളർ മാറി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതിയാവും. ഇനി അത് ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂന്തി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓട്ടയുള്ള തവി ഉണ്ടാവില്ലേ, അതിലേക്ക് ഇതുപോലെ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് പൂന്തി തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് 1 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തോളും. നമ്മൾ എണ്ണയുടെ കളർ ഇത് മാറിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അവലിൽ കുറച്ച് പൊടികളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ജസ്റ്റ് നിങ്ങൾക്ക് കറുപ്പായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഈ എണ്ണയിൽ തന്നെയാണ് ബാക്കിയെല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് സൈഡിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് വലിയൊരു ബൗളിലേക്ക് അവലൊന്ന് ഫ്രൈ ചെയ്തെടുത്തത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനത് മൊത്തത്തിലായിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പൊട്ടുകടല നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. കപ്പലണ്ടി ഉണ്ടല്ലോ, അപ്പോൾ പീനട്ട് എന്നൊക്കെ പറയുന്നത്, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വറുത്തെടുത്തതാണ്. വറുക്കാത്തതാണെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പൊട്ടുകടലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു കപ്പലണ്ടി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവേ. പിന്നെ മാറ്റി വെച്ചിരിക്കുന്ന പൂന്തിയും പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഓപ്ഷണലാണ്, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക, എന്നിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും. കൂടുതൽ മധുരം വേണ്ടവരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി കൂടുതൽ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് കറക്റ്റുള്ള മധുരം തന്നെയാണ്, ഓവറായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തെയും പഞ്ചസാരയ്ക്ക് എത്തുന്ന രീതിയിൽ ഇതുപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഇങ്ങ് ഉടഞ്ഞിട്ട് നല്ല രീതിയിലൊന്ന് സെറ്റായിട്ട് കിട്ടുകയും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അത് സ്പൂൺ കൊണ്ട് മിക്സാക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടാറുള്ള ആ ഒരു മിക്സർ തന്നെയാണിത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് കഴിയുകയും ചെയ്യും. ഹെൽത്തി ആയിട്ടുള്ളൊരു മിക്സർ തന്നെയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്